ഹലോ. അപ്പോൾ എല്ലായിടത്തെ ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞല്ലേ? ഓണാഘോഷവും കഴിഞ്ഞ് ഓണസദ്യയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അപ്പം ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ ഉച്ചയൂണിന് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. അപ്പോൾ സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും മടുത്തല്ലേ? അപ്പോൾ സദ്യ കഴിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചോളൂ ഇറച്ചി മീനൊക്കെ കൂട്ടിയിരുന്നെങ്കിൽ എന്നല്ലേ. അപ്പോൾ ഇതൊക്കെ കൂട്ടി കഴിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഞങ്ങളുടെ ഇങ്ങോട്ടൊന്നും അങ്ങനെ സദ്യക്ക് അതൊന്നും വിളമ്പാറില്ല. പിന്നെ തിരുവോണമൊക്കെ കഴിഞ്ഞുള്ള ദിവസങ്ങൾ ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നോൺ വെജൊക്കെ വെക്കും. പിന്നെ നമുക്ക് ഗസ്റ്റൊന്നും ആരും ഇല്ലായിരുന്നതുകൊണ്ട് നമ്മളതൊന്നും വെച്ചില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മീനൊക്കെ ഞങ്ങൾ ഇന്നാണ് വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് മീൻ കറി, മീൻ വറുത്തതും ഒക്കെ ഉണ്ട്. പരിപ്പും സാമ്പാറും അവിയലും ഒക്കെ കൂട്ടി 2-3 ദിവസം കൂട്ടിയല്ലേ, എല്ലാവർക്കും മടുപ്പായി കാണും. അപ്പം ഞങ്ങൾക്ക് ഇന്ന് മീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് എന്തൊക്കെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചോറ് എടുത്ത് വെച്ച്, ഇത് കേശപ്പൻ എടുത്തിരിക്കുന്ന ചോറാട്ടോ. എന്നാലും ഞാൻ ഇതിൽ കറിയെല്ലാം കാണിച്ചു തരാം. അപ്പം സാമ്പാറുണ്ടേ. അപ്പോൾ അതേ ചോറ്, കുറച്ച് മീൻകറി ഒഴിക്കാമേ. മീൻ കറി, പിന്നെ മീൻ വറുത്തതുണ്ട്. മീൻ വറുത്തത്, ഇതിൻ്റെ കൂടെ തന്നെ സാമ്പാറും കൂടെ ഒഴിക്കാം സൈഡിൽ കുറച്ച്. ഇത് രാവിലെ വെച്ച സാമ്പാർ, ഇന്ന് കാപ്പിക്ക് വേണ്ടി വെച്ച സാമ്പാർ നമ്മൾ ഉച്ചയ്ക്കും കൂടെ എടുക്കും. സാമ്പാർ, പിന്നെ മോര് കറി കുറച്ച് നല്ല പുളിയുള്ളതായതുകൊണ്ട് കുറച്ച് ഞാൻ ഒഴിക്കുന്നുള്ളേ. പിന്നെ വേറെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കൂടെ ഉണ്ട്, മുളക് വറുത്തത്. കുറേ പച്ചമുളകൊക്കെ ആകുമ്പോഴേ നമ്മളിങ്ങനെ മുളക് വറുത്തെടുക്കും കേട്ടോ. വെറുതെ പഴുത്ത് കളയുകയും വേണ്ട, ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അതാ ഊണിന് ഇതൊക്കെ സാമ്പാർ, മീൻ കറി, മീൻ വറുത്തത്, മുളക് വറുത്തത്, പിന്നെ അച്ചാറൊക്കെ ഉണ്ട്. അച്ചാറും ഒന്നും ഇപ്പോൾ വേണ്ട, സദ്യക്കൊക്കെ അച്ചാർ കഴിച്ച് മടുത്തല്ലേ. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അച്ചാറൊക്കെ കൂട്ടി തുടങ്ങാമേ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഉച്ചയൂണിന് എടുത്തിരിക്കണേ. ഇനി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കേശപ്പനെ തീറ്റിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ആ ടാസ്ക് ഞാൻ തുടങ്ങാൻ പോവാ. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, അത് വലിയൊരു ടാസ്ക് ആയതുകൊണ്ട്. അപ്പം ഇത് ഇത്രയൊന്നും അവൻ കഴിക്കത്തില്ല, ഞാനും കൂടി, ഞങ്ങൾ 2 പേരും കൂടി ഒരുമിച്ച് കഴിക്കും. അപ്പോൾ ഇവിടുത്തെ ഉച്ചയൂണ് ഇതൊക്കെയാണ്. അപ്പോൾ എങ്ങനെ എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? എല്ലായിടത്തും ഓണമൊക്കെ കഴിഞ്ഞല്ലേ? എന്തായാലും ഞാൻ ടാസ്ക് ആരംഭിക്കട്ടെ കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.